600x180 വലിപ്പത്തിലുള്ള ഒരു ക്യാൻവാസ് തയ്യാറാക്കാം. ഫയൽ, ഡോക്യുമെൻ്റ്, പ്രോപ്പർട്ടീസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വിഡ്ത്ത് എന്ന ഭാഗത്ത് 600 എന്നും ഹൈറ്റ് എന്ന ഭാഗത്ത് 150 എന്നും ടൈപ്പ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ 600x150 വലിപ്പത്തിലുള്ള ഒരു ജാലകം തയ്യാറായിട്ടുണ്ടാകും. സൂം ടൂൾ ഉപയോഗിച്ച് 1-2 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മുടെ കുറച്ചുകൂടെ സ്ക്രീനിൽ വലുതായി കാണാം. അപ്പോൾ തയ്യാറാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആക്കാം. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് 3 ചതുരങ്ങൾ വരയ്ക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ലോഗോയുടെ മാതൃക പുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യാതെ നോക്കുക. 3 ചതുരങ്ങൾ വരയ്ക്കണം. ഒന്നാമത്തെ ചതുരം വരച്ചു. പുറത്ത് ക്ലിക്ക് ചെയ്ത ശേഷം മറ്റൊരു നിറം എടുത്തിട്ട് അടുത്ത ചതുരം വരയ്ക്കാം. പുറത്ത് ക്ലിക്ക് ചെയ്ത ശേഷം മൂന്നാമത്തെ ചതുരവും വരയ്ക്കാം. തന്നിരിക്കുന്ന നിറത്തിൽ തന്നെ ആദ്യമേ തയ്യാറാക്കണമെന്നില്ല. അതിനെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ആ രീതിയിലോട്ട് മാറ്റിയാലും മതിയാകും. ഇപ്പോൾ 3 ചതുരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2 സമചതുരവും ഒരു ദീർഘചതുരവും. അതിനെ കൃത്യമായി സമചതുരവും ദീർഘചതുരവുമാക്കി മാറ്റുന്നതിന് വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒന്നാമത്തെ ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിലെ വിഡ്ത്ത് എന്നത് സമചതുരമായതിനാൽ 150x150 നൽകുക. 150 എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഹൈറ്റും 150 എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ ഒന്നാമത്തെ ചതുരം സമചതുരമായിട്ട് മാറിക്കഴിഞ്ഞു. രണ്ടാമത്തെ ചതുരം ക്രമീകരിച്ച് വെച്ച ശേഷം അതിൻ്റെയും വിഡ്ത്ത് 150, ഹൈറ്റും 150 എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ 2 ചതുരങ്ങളും 150x150 വലിപ്പത്തിലുള്ള ചതുരങ്ങളായി മാറിക്കഴിഞ്ഞു. മൂന്നാമത്തെ ചതുരത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ 600x150 വലിപ്പമാണ് എടുത്തത്. അപ്പോൾ 150 ഉപയോഗിച്ചിട്ടുള്ളതിനാൽ ഇതിൻ്റെ വിഡ്ത്ത് എന്നത് 300 ആയിരിക്കും. ഹൈറ്റ് 150. ഇപ്പോൾ 3 ചതുരങ്ങൾ തന്നിരിക്കുന്ന അളവിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി IT@School സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് IT എന്ന് ടൈപ്പ് ചെയ്യുക. മൂന്നായിട്ട് ടൈപ്പ് ചെയ്യാൻ നോക്കുക. @school. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഓരോന്നും ഓരോ ചതുരത്തിനുള്ളിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. വലിപ്പം ക്രമീകരിക്കുക.